ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചുള്ള നല്ലൊരു പലഹാരം തയ്യാറാക്കാമേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തു, പിന്നീട് ശർക്കര പാനിയാക്കുക. ഈ ശർക്കര പാനിയാക്കിയത് നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിക്കുക. അതിലേക്ക് നെയ്യ്, നല്ലതുപോലെ നെയ്യ് ചേർക്കുക. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് വേണമെങ്കിൽ തേങ്ങ, കൊത്തി അരിഞ്ഞ തേങ്ങ ഇടാം, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏലക്കാപ്പൊടി ആഡ് ചെയ്യണം. ഏലക്കാപ്പൊടിയും പിന്നെ തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഇത് കട്ടാതെ മാവ് നല്ലതുപോലെ ആക്കിയെടുക്കുക. കണ്ടോ, അത് ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. കെട്ടാൻ സാധ്യതയുണ്ട്. കെട്ടാതെ നമ്മൾ കറക്കി ഇത് നല്ലതുപോലെ ആ മാവ് ആ പരുവത്തിലാക്കി എടുക്കുക. അവസാനം നമ്മൾ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നെയ്യ് വീണ്ടും ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ് ഞാൻ. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം എടുത്ത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് തിരിച്ച് വെച്ചിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, സ്റ്റീൽ പ്ലേറ്റോ കുഞ്ഞു പ്ലേറ്റ് ആയാലും മതി. ഞാൻ വലിയ സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തൂത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. ആവി വരുമ്പം നമ്മളെ പ്ലേറ്റിനകത്തേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് കഴിയുമ്പം ഞാൻ വീണ്ടും ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് അവിടെ എവിടെയൊക്കെ അയച്ചിട്ട് വെച്ച് കൊടുത്തു. പിന്നീട് വീണ്ടും 15 മിനിറ്റ് ആവിയിൽ വേവിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇത് ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടില്ലേ, നല്ല അലുവ പോലെ ഉണ്ട്. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇത് നിങ്ങളും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, അടിപൊളിയാണ്. നമുക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട, ഇത് കുറച്ച് സമയം കൊണ്ട് ഞാൻ ചെയ്തെടുത്തതാണ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഗൈസ്. സൂപ്പർ ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.